നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിൽ കണ്ടു നമ്മുടെ കർത്താവ് വരാറായി. അതുകൊണ്ട് നാം ഒരുങ്ങിയിരിക്കണം. കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. പൂർണ്ണ ഹൃദയത്തോടെ പറയാം, കർത്താവെ വേഗം വരയണമേ എന്ന്. എന്നാൽ കർത്താവെ വേഗം വരയണമേ എന്ന് നമ്മൾ പറയുമ്പോൾ നാം കർത്താവ് വരേണ്ടതിനായിട്ട് ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എങ്ങനെയൊക്കെ നാം ഒരുങ്ങണം എന്നുള്ളത് നാം ഈ ചിന്തിക്കുകയായിരുന്നു. ഒന്നാമതായിട്ട് നാം മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് ഉണർന്നിരിക്കണം. നാം ഉറക്കത്തിൽ നിന്നും ഉണർന്നിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമതായിട്ട് നാം ഉണർന്നിരിക്കണം. രണ്ടാമതായിട്ട് നമ്മുടെ കർത്താവ് വിശുദ്ധനാകുന്ന പോലെ നാം വിശുദ്ധരായിരിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും നമുക്ക് കർത്താവിൻ്റെ മുഖം കാണുവാനായിട്ട് സാധിക്കില്ലെന്ന് മനസ്സിലാക്കി നാം വിശുദ്ധരായിട്ട് ജീവിക്കണം. മൂന്നാമതായിട്ട് നാം പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം. കർത്താവ് ഈ ലോകത്തിൽ നമ്മളെ ആക്കിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നാം വെറുതെ ജീവിച്ച് അവസാനിക്കുവാനല്ല, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം. 3 തരത്തിൽ നമുക്ക് നമ്മളുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഒന്നാമത് നാം സൽപ്രവൃത്തി ചെയ്യണം. അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. രണ്ടാമതായിട്ട് നാം സുവിശേഷം മറ്റുള്ളവരോട് പറയണം. നാം സുവിശേഷം പറയണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഇവിടെ നമ്മളെ എന്തിനു വേണ്ടി വിളിച്ചു എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളെ വിളിച്ചവൻ്റെ ഒന്നാമതായിട്ട് നമ്മുടെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് നമ്മളൊരു സ്പെഷ്യൽ ജാതിയാണ്. നമ്മൾ സാധാരണ ജാതിയല്ല, നമ്മൾ സ്പെഷ്യൽ ജാതിയാണ്. അത് ആ സ്പെഷ്യൽ ജാതിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ രാജകീയ പുരോഹിത വർഗമാണ്. മൂന്നാമതായിട്ട് പറയുമ്പോൾ വിശുദ്ധ ജനം, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്. ഈ സ്വന്തം ജനം എന്നൊക്കെ പറയുമ്പോൾ ഈ സ്വന്തം ജനം നമ്മുടെ ഒരു ഭവനത്തിൽ നമ്മളൊരു കാര്യമുണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരോടും പറയും. അല്ലാതെ സ്വന്തം ജനമായിട്ട് നമ്മുടെ ഒരു ഭവനത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മളൊരു കാര്യമുണ്ടെങ്കിൽ അത് ആരോടും പറയാതിരിക്കുകയല്ല. എനിക്കൊരു കാര്യം കിട്ടിയെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് അത് പറയും. അതുപോലെ തന്നെയാണ് സ്വന്തം ജനമായിട്ടുള്ളവർ. അത് മാത്രമല്ല വിശുദ്ധ വംശം രാജകീയ പുരോഹിത വർഗമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കാര്യമാണ്, ദൈവം സ്വന്തം ജനമാക്കി നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്? സ്വന്തം ജനമായിട്ടും വിശുദ്ധ വംശമായിട്ടും രാജകീയ പുരോഹിത വർഗവുമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ രാജകീയ പുരോഹിത വർഗമായിട്ട് നമ്മളെ എടുക്കുമ്പോൾ അതിന് നമുക്ക് ചില ഡ്യൂട്ടീസും കൂടെ തന്നിട്ടാണ് എടുക്കുന്നത്. അത് കർത്താവിനെ ആരാധിക്കണം. മാത്രമല്ല ജനത്തിന് നമുക്ക് കുഷ്ഠരോഗികൾ അസുഖമായി കഴിയുമ്പോൾ അവർ പാളയത്തിന് പുറത്ത് ചെന്ന് ഒന്ന് നോക്കണമെന്ന് പറയുന്നുണ്ട്. കുഷ്ഠരോഗി സൗഖ്യമായതിൻ്റെ കാര്യം അല്ലെങ്കിൽ കുഷ്ഠരോഗികളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പാളയത്തിന് പുറത്ത് പോലും അവർ പറയണം. വെറുതെ വീട്ടിലിരുന്നാൽ പോരാ, അവർ പാളയത്തിന് പുറത്ത് പോകണം. അത് പുരോഹിതൻ്റെ ചുമതലയാണ്. പുരോഹിതൻ്റെ ചുമതലയാണ് പാളയത്തിന് പുറത്തു പോകണമെന്നുള്ളത്. അതുകൊണ്ട് അതുമാത്രമല്ല, ജനത്തിനു വേണ്ടി യാഗം കഴിക്കേണ്ടതുണ്ടെന്നുള്ള നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ വീട്ടിലിരുന്നാൽ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ചിലർ പറയും സ്ത്രീകൾ വീട്ടിലിരുന്ന് കഞ്ഞിയും കറിയും മാത്രം ഉണ്ടാക്കി ഭർത്താവിനെയും മക്കളെയും മാത്രം നോക്കി വീട്ടിലിരിക്കുന്നവരുടെ ഡ്യൂട്ടിയാണ് എന്ന് പറയും. എന്നാൽ പ്രിയ സഹോദരിമാരെ, നമ്മളെ പുരുഷന്മാരോടൊപ്പം നമ്മൾ വായിച്ച വാക്യം, നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. രാജകീയ പുരോഹിത വർഗമാണെങ്കിൽ നമ്മുടെ ജോലി കർത്താവിൻ്റെ വൻ കൃപകളെക്കുറിച്ച്, കർത്താവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് മറ്റുള്ളവരോട് ഘോഷിപ്പാനാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് എന്നുള്ളത് നാം മറന്നു പോകരുത്. മറ്റുള്ളവർ ചിലർ പറയും നാം വീട്ടിലിരുന്നാൽ മാത്രം മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടത് പുരുഷന്മാരുടെ മാത്രം ചുമതലയാണ്. എന്നാൽ അങ്ങനെയല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നിന്നെ ഒരു പുരുഷനോടൊപ്പം തന്നെ രാജകീയ പുരോഹിത വർഗം ദൈവമാക്കിയെങ്കിൽ ആ പുരുഷനോടൊപ്പം തന്നെ രാജകീയ പുരോഹിതിയായ നീ കർത്താവിൻ്റെ വചനങ്ങളെ ഘോഷിപ്പാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. നമ്മളെ വിളിച്ച വിളിയെ നാം മറന്നു പോകരുത്. നമ്മളെ വിളിച്ചിട്ടുണ്ട് എന്നുള്ള ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. നിങ്ങളെ വിളിച്ചു, നിങ്ങൾ അന്ധകാരത്തിൽ തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം
തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജകീയ ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും അതുമാകുന്നു. അതെ, നമ്മെ വിളിച്ചതാണ്. നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ഈ പുരോഹിതൻ്റെ ജോലികൾ അവരെ സ്പെഷ്യലി വിളിച്ചതാണെന്ന് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് ഒന്നാമതായിട്ട് നാം കാണുന്നത്, ദൈവത്തിൻ്റെ പുരോഹിതന്മാരെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നാം കാണുന്നത് അനേക ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. എന്നാൽ 1-2 വാക്യം മാത്രം നമുക്ക് വായിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പുറപ്പാട് പുസ്തകം 40 അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അഹരോനെ വിശുദ്ധ വസ്ത്രം ധരിപ്പിച്ച് എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. അവൻ്റെ പുത്രന്മാരെ വരുത്തി അങ്കി ധരിപ്പിച്ച് എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ അപ്പനെ അഭിഷേകം ചെയ്തതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. അവരുടെ അഭിഷേക ഹേതുവായി അവർക്ക് തലമുറയോളം നിത്യ പൗരോഹിത്യം ഉണ്ടായിരിക്കണം. മോശെ അങ്ങനെ തന്നെ ചെയ്തു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും അവൻ ചെയ്തു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അഹരോനെ ലേവി കുടുംബത്തെയും അത് കർത്താവിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്ത് അവരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മാത്രം വിളിച്ച് വേർതിരിച്ച് അവരെ ആക്കിയെന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുരോഹിതന്മാരെയും മഹാപുരോഹിതനെയും അവർ അഭിഷേകം ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആക്കിയെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർക്ക് മറ്റുള്ളവരെ പോലെയല്ല അവരുടെ ജീവിതം. അവർ ഈ ലോകത്തിന് വേണ്ടി തന്നെ ജീവിച്ച് അവസാനിക്കുവാനുള്ളവരല്ല. അവർ ദൈവത്തിനു വേണ്ടി ഇടനിന്നുകൊണ്ട് ജനത്തിനും ദൈവത്തിനും മധ്യേ ജനത്തിനു വേണ്ടി ഇടനിൽക്കുന്നവരായിട്ടാണ് അവരെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ മാത്രമല്ല, ജനത്തോട് ദൈവത്തിൻ്റെ വചനം പറയുവാനും ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനം പറയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം വായിക്കണം, പഠിക്കണം, ധ്യാനിക്കണം, അത് മനഃപ്പാഠമാക്കണം. എന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് നമ്മെ ശ്രേഷ്ഠ പുരോഹിതന്മാരാക്കിയാണ്, രാജകീയ പുരോഹിതന്മാരാക്കിയാണ് വിളിച്ചിരിക്കുന്നത്. അന്ന് അഹരോനെ ലേവി കുടുംബത്തെ സെപ്പറേറ്റ് ചെയ്തതുപോലെ ഇന്നും നമ്മളെ സെപ്പറേറ്റ് ചെയ്ത് ഇരിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സംഖ്യ പുസ്തകത്തിൽ നമ്മൾ 3:5 വാക്യത്തിൽ നാം കാണുന്നത്, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്ത്, നീ ലേവി ഗോത്രത്തെ അടുക്കൽ വരുത്തി പുരോഹിതനായ അഹരോന് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവൻ്റെ മുമ്പാകെ നിർത്തുക. അവർ സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിൽ അവൻ്റെ സർവ്വസഭയുടെ കാര്യം നോക്കി തിരുനിവാസത്തിലെ വേല ചെയ്യണം. ആദ്യം നമ്മൾ കണ്ടു അഹരോനെ കുടുംബത്തെ, അതുപോലെ ലേവ്യ വംശത്തെ തന്നെ സെപ്പറേറ്റ് ചെയ്തേക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തവർക്ക് അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ളത്, അവർക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ടതായിട്ടുള്ള അനേക ഉത്തരവാദിത്തങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 15-ാം അധ്യായത്തിൽ നാം കാണുന്നത് 15-ന്റെ ലേവ്യരല്ലാതെ ആരും ദൈവത്തിൻ്റെ പെട്ടൻ ചുമക്കേണ്ടതില്ല, അവരെയല്ലോ ദൈവത്തിൻ്റെ പെട്ടൻ ചുമപ്പാനും തനിക്ക് ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുന്നത്, പെട്ടകം ചുമന്നപ്പോൾ പെട്ടകം ചുമക്കേണ്ടുന്നവർ മാത്രം പെട്ടകം ചുമക്കണം. കുഷ്ഠരോഗികളുടെ അടുത്ത് പോകേണ്ടവർ പോയി പാളയത്തിന് പുറത്ത് പോയി അതിൻ്റെ ശുശ്രൂഷ ചെയ്യണം. യാഗം കഴിക്കുവാൻ നിയമിക്കപ്പെട്ടത് പുരോഹിതനും മഹാപുരോഹിതനുമാണ്. അത് ചെയ്യണം. വർഷത്തിലൊരിക്കൽ സ്പെഷ്യലി മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ നിന്ന് ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യണം. ഈ ഡ്യൂട്ടി എല്ലാം ദൈവത്തിൻ്റെ മക്കൾക്കാണ്. ഇന്ന് നമ്മളെ ആക്കി മഹാപുരോഹിതന്മാർക്കും ദേവർക്കുമാണ് അന്ന് കൊടുത്തെങ്കിൽ, പ്രിയ സഹോദരിമാരെ, ഇന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, നമ്മളെ എത്ര പൊസിഷനിലാണ് ദൈവം തന്നിരിക്കുന്നത്. രാജകീയ പുരോഹിത വർഗം നമ്മളെ ആക്കിയത് കൊണ്ട് നമ്മുടെ വിളിയെ നാം ഓർക്കണം. നമ്മുടെ വിളിയെ നാം മറക്കാൻ പാടില്ല. മറ്റുള്ളവർ പറയുന്നത് കൊണ്ട് നിങ്ങൾ അടുക്കളയിൽ മാത്രം ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നവരും മക്കളെ നോക്കുന്നവരും മാത്രമാണ് എന്ന് പറയുന്നവരുടെ അടയ്ക്കത്തക്കവണ്ണം നാം ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുന്നവരുമായിരിക്കണം. നമ്മളെ വിളിയെ നാം മറന്നാൽ നമ്മളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ കാര്യം തീർക്കുന്ന നാളിൽ നാം ലജ്ജിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മൾക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷകളെ ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ വചനം മറ്റുള്ളവരോട് ഘോഷിപ്പാൻ, അനേകരെ രക്ഷയെങ്കിലേക്ക് നടത്തുവാൻ കർത്താവ് നമ്മളെയും വിളിച്ചല്ലോ എന്നോർത്ത് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം എന്ന് നമുക്ക് സ്തുതിക്കാം. നമുക്കറിയാം, കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ശമരിയ സ്ത്രീയെ വിളിച്ചു വേർതിരിച്ചു. ശമരിയ സ്ത്രീയുടെ അടുത്ത് ചെന്നു അവൾ മുഖാന്തരമായിട്ട് എന്തുണ്ടായി എന്ന് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം
4 അധ്യായത്തിൽ നാം കാണുന്നത്, അനന്തര സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാണുവിൻ, അവൻ പക്ഷേ ക്രിസ്തുവായിരിക്കുമോ എന്ന് പറഞ്ഞു. അതെ, പട്ടണത്തിൽ ചെന്ന് ക്രിസ്തുവിനെ സാക്ഷിക്കുവാനുള്ള ഭാഗ്യം കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒരു സമരിയ സ്ത്രീക്ക് സാധിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണുന്നത്, ഞാൻ ചെയ്തൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ പറഞ്ഞ സാക്ഷ്യം വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല സമര്യരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ സമര്യർ അവൻ്റെ അടുക്കൽ വന്നു തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൾ കർത്താവിനെക്കുറിച്ച് സാക്ഷിച്ചത് മുഖാന്തരമായി അനേകര് ആ പട്ടണം മുഴുവനായിട്ട് തന്നെ കർത്താവിലേക്ക് വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, നമ്മെ വിളിച്ചിരിക്കുന്ന വിളി ഓർത്തുകൊണ്ട്, നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം ഓർത്തുകൊണ്ട്, രാജകീയ പുരോഹിത വർഗമാണ് നാം എന്ന വെറും പാപങ്ങളായ വെറും പൊടികളായ സ്ത്രീകൾ രാജകീയ പുരോഹിത വർഗത്തിൽപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ പൊസിഷൻ എന്താണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ കർത്താവിനായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്കറിയാം, നമുക്കും പ്രശംസാ കിരീടം ലഭിക്കുന്ന ആ പ്രശംസാ കിരീടം 1 തെസ്സലോനിക്കർ 2:19 വാക്യത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. 1 തെസ്സലോനിക്കർ 2 അധ്യായത്തിൻ്റെ 19, 29, 20 വാക്യം നാം മറന്നു പോകാൻ പാടില്ല. 1 തെസ്സലോനിക്കർ 2 അധ്യായത്തിൻ്റെ 19, 20 വാക്യത്തിൽ നാം കാണുന്നത്, കർത്താവായ യേശുവിൻ്റെ മുമ്പാകെ അവൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസ കിരീടം ആറാകുന്നു, നിങ്ങളുമല്ലയോ, ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. അതെ, പൗലോസ് മുഖാന്തരമായിട്ട് രക്ഷിക്കപ്പെട്ട അനേകരുണ്ട്. അപ്പോൾ പൗലോസ് പറയുകയാണ് ഇവിടെ, ആ രക്ഷിക്കപ്പെട്ടവരാണ് പൗലോസിൻ്റെ പ്രശംസ കിരീടമായിട്ട് വരുന്നത്. ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസ കിരീടമോ ആറാകുന്നു, നിങ്ങളുമല്ലയോ. പ്രിയ സഹോദരന്മാരെ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചിലരെ രക്ഷയെങ്കിലേക്ക് നടത്തിയിട്ട് ചിലരെ അത് പ്രശംസിക്കത്തക്ക ആ കർത്താവിൻ്റെ പാദത്തിൽ സമർപ്പിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ വിളി മറന്നു പോകാതെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ, ഈ കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് പറവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. Good morning, sisters. Luke chapter 5, verses 36 and onwards. And he spake also a parable unto them. No man putteth a piece of a new garment upon an old. If otherwise, then both the new maketh a rent, and the piece that was taken out of the new agreeth not with the old. And no man putteth new wine into old bottles, else the new wine will burst the bottles, and be spilled, and the bottles shall perish. But new wine must be put into new bottles, and both are preserved. The above verses made me realize that change happens when you leave the old and replace it completely with the new. The Bible passage gives 2 examples of this. One is the torn garment. If we were to patch up the hole in the old garment with the new piece, the seams would not hold together, because it's as if they are 2 completely different types of material. They may have started off the same, but as time went by, the old no longer looked like the new, and has lost its elasticity, color, texture. The same thing can be said about our lives. Our old habits, behaviors, the things we want to change in ourselves, cannot be simply built on top of with the new, which is no change at all, for we will flow back into the old way of things.
To change means to make a commitment and make an effort to do things differently, and trust that He can carry you through, even when you don't think you can handle it. For we cannot handle everything on our own, since we were not made that way. We were made to rely on and trust the one who makes us whole, which is Christ our Savior and Lord. A life separated from Him is no life at all, as we would be living a life that is incomplete. May we realize what we have been missing for real change to take place. May we sing this song together. Change. Do you see your change? In the heart of me, renew me. From the inside out, renew me. Till there is no doubt. Change. Do you see your change? In the heart of me, renew me. From the inside out, renew me. Till there is no doubt. I don't wanna be the same. I don't wanna play the same old games. I'd rather be transformed totally by you, my Lord. I don't wanna be the same. I don't wanna play the same old game. I'd rather be transformed by you, my Lord. Change. Do you see your change? In the heart of me, renew me. From the inside out, renew me. Till there is no doubt. Change. Do you see your change? In the heart of me, renew me. From the inside out, renew me. Till there is no doubt. I don't wanna be the same. I don't wanna play the same old games. I'd rather be transformed totally by you, my Lord. I don't wanna be the same. I don't wanna play the same old games. I'd rather be transformed by you, my Lord. I'd rather be transformed by you, my Lord. May His name alone be glorified. Amen.